അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. എന്താണ് ആ പോസ്റ്റ്, കൂടുതൽ വിവരങ്ങൾ, അതിൻ്റെ നോട്ടിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അപേക്ഷിക്കേണ്ട കാര്യം എല്ലാം നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ സൈറ ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈറേൻ്റെ വെബ് പോർട്ടൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് സൈറയുടെ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ ആർമി അഗ്നിവീറിൻ്റെ GD അതുപോലെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ ക്ലാസ്സുകളാണ് നിലവിൽ റൺ ചെയ്യുന്നത്. അതിൻ്റെതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അതിൻ്റെ ഒപ്പീനിയനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ കൂടുതൽ ബെറ്ററായിട്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർമി GDക്ക് വേണ്ടി നോക്കുന്നവർ, വുമൺ മിലിറ്ററി പോലീസിന് നോക്കുന്നവർക്ക് Zaira.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ സൈറേൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അധികമൊന്നും വരുന്നില്ല, 899 രൂപ മാത്രമേ വരുന്നുള്ളൂ. മോക്ക് ടെസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ, എല്ലാവിധ ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യാം, സൈറേൻ്റെ ക്ലാസ്സിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാം. ഇത് നമ്മുടെ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യാം. സൈറേൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് അഗ്നിവീർ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. 4 വർഷത്തേക്ക് സേനയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്ത് അവിടെ സർവീസ് ചെയ്യുന്നൊരു ഏർപ്പാടാണ്, അല്ലെങ്കിൽ ഒരു സ്കീമാണ് നമ്മുടെ അഗ്നിവീർ എന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. 4 വർഷം കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ, അത് 50% ആവാം, അല്ലെങ്കിൽ 25% ആകാം, നിരവധി ശതമാനങ്ങൾ ന്യൂസിലൂടെ ഒഫീഷ്യലായിട്ടും അല്ലാതെയും പല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ 2026 ആ ഒരു ബാച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എത്ര ശതമാനമാണ് പെർമനൻ്റ് ആക്കുന്നത്, എത്ര ശതമാനം അവിടെ പിരിച്ചുവിടും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ റിസർവേഷൻ, മറ്റുള്ള പോസ്റ്റിലേക്കുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ അത് അഗ്നിവീർ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഏകദേശം 10 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സാലറി നിന്ന് പിടിച്ചതും അതുപോലെ തന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഉള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ അഗ്നിവീർ എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷത്തേക്ക് സേനയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെ സേനയിൽ സ്ഥിരമായിട്ടൊന്നും പറയാം, കാരണം കുറച്ച് പേരെ പെർമനൻ്റ് ആക്കുമല്ലോ. അത് കൂടാതെ സേനയിൽ ജോയിൻ ചെയ്തിട്ട് മറ്റുള്ള വിഭാഗത്തിലേക്ക് ആ ഒരു റിസർവേഷൻ വെച്ച് കയറാൻ താല്പര്യമുള്ളവർക്ക്, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ലൊരു അവസരം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു ഇൻടേക്ക് 01/2027 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വാട്സപ്പിൽ, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് മണിക്കൂറുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതിൻ്റെ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ വരാനായിട്ട് ഒരു ദിവസം ഡിലേ ആയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് പറഞ്ഞത്, ഇന്ന് രാവിലത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ എത്തിയിട്ടുണ്ട്. സൈറേൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു കാര്യം വരാതെ നോക്കാം. അപ്പോൾ എന്തായാലും 12 ജനുവരി മുതലാണ്, 12 ജനുവരി 2026 മുതലാണ് ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 ഫെബ്രുവരി 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെബ്സൈറ്റും പിന്നെ ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 1 ജനുവരി 2006 1 ജനുവരി 2009. ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. 21 വയസ്സ് വരെയാണ് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത്. അതും ഓൺലി അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതായത് മറ്റുള്ള PDF ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിന് പ്രയോറിറ്റി നൽകി പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇതിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 12 ജനുവരി 2026 അപേക്ഷ തുടങ്ങുന്നു, 1 ഫെബ്രുവരി 2026 വരെ അപേക്ഷിക്കാം. പിന്നെ മാർച്ച് 30, 31 മാസത്തിൽ ആ ഒരു ദിവസത്തിൽ പരീക്ഷയാണ് നടക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം, സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സയൻസ് ഉള്ളവർക്കാണ് ആദ്യം പറയുന്നത്. അവിടെ നിങ്ങൾക്ക് +2 വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് +2 വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 ഉണ്ടായിരിക്കണം. അതിൽ മാത്സ്, ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. 50% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് മൊത്തത്തിൽ 50% മൊത്തത്തിൽ വേണം. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ സബ്ജക്റ്റിന് മാത്രം 50% നിർബന്ധമായിട്ട് വേണം. മറ്റുള്ള സബ്ജക്റ്റിന് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല, പക്ഷേ നിർബന്ധമായിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്ത് വേണം, 50% വേണം. മൊത്തത്തിലും 50% നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ സ്ട്രീമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് കേട്ടോ. അതിൽ 50% മാർക്ക് വേണം. അത് കൂടാതെ
നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലും 50% മാർക്ക് വേണം. ഇനി ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലൊക്കെ നിങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 50% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മാത്രമാണ്. അതുപോലെ തന്നെ അതും ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ 2 യോഗ്യതയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഫിസിക്സ് മാത്സോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 50% മാർക്ക് വേണം. ഇംഗ്ലീഷിലും 50% മാർക്ക് നിർബന്ധമാണ്. ഈ വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലാന്നാണെങ്കിൽ 10ലോ പ്ലസ് ടുവിലോ ഈ 50% മാർക്ക് അല്ല, 10ാം ക്ലാസ്സിൽ നിങ്ങൾ 50% മാർക്കിൻ്റെ മുകളിൽ ഇംഗ്ലീഷിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണ്, സയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെ അപേക്ഷിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ടുവിൽ 50% വേണം, ഇംഗ്ലീഷിലും 50% നിർബന്ധമായിട്ട് വേണം. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൽ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും 50% നിർബന്ധമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഈ പറഞ്ഞ രീതിയിലല്ല നിങ്ങൾ പ്ലസ് ടു എടുത്തത്, അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ യോഗ്യതയോടെ പറയുന്നുണ്ട്. മറ്റൊരു യോഗ്യതയായിട്ട് ഇതില്ലാത്തവർക്ക് നിങ്ങൾ 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അവിടെയും 50% മാർക്ക് വേണം. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും 50% മാർക്ക് വേണം. ഇനി വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് 50 ഇംഗ്ലീഷ് ഇല്ലാന്നാണെങ്കിൽ 10ൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, 10 പ്ലസ് ടുവിലൊക്കെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിൽ 50% മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻസ് കാര്യങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹൈറ്റ് പറയുന്നുണ്ട് മിനിമം 152 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് ഉയരം വേണം. ഫീമെയിൽസിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 152 സെൻറ്റിമീറ്റർ ഉയരം വേണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഹൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറയാനുള്ളതാണ്. അതുപോലെ ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. അത് ആൺകുട്ടികൾക്കാണ്. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും കൂടി വേണമെന്ന് പറയുന്നത്. അതുപോലെ ഫീമെയിൽസിന് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും കാര്യങ്ങളും കൂടി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഹിയറിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡെൻറ്റൽ പോയിൻറ്റ്സ് 14 ഡെൻറ്റൽ പോയിൻറ്റ്സ് വേണമെന്ന് പറയുന്നുണ്ട്. സെറ്റാണ് കേട്ടോ, ഡെൻറ്റൽ പോയിൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. സെറ്റ് അതായത് മുകളിലും താഴെയായിട്ടുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനറൽ ഹെൽത്തി അതായത് മെഡിക്കലി ഫിസിക്കലി എല്ലാ രീതിയിലും ഇതായിരിക്കണം, ഫിറ്റ് ആയിരിക്കണം. കാരണം ഒരു യൂണിഫോം പോസ്റ്റിലേക്കാണല്ലോ നിങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ ഒരു വർഷത്തിൽ 30 ലീവ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ സിക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അത് മെഡിക്കൽ കണ്ടീഷനെ അനുസരിച്ചും ബാക്കിയുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഇതിൻ്റെയാണ് സാലറി പാക്കേജിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സാലറി പാക്കേജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1ാമത്തെ വർഷം 30,000 ഉണ്ടെങ്കിലും 21,000 നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. 9,000 അവിടെ പിടിച്ചു വെക്കപ്പെടും. പിന്നെ ഗവൺമെൻറ് നിങ്ങൾക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൂടിയിട്ടാണ് ഫൈനലി നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ലഭിക്കുന്നത്. സെക്കൻഡ് ഇയർ 33 ഉണ്ട്. അതുപോലെ തേർഡ് ഇയർ 36,500 ഉണ്ട്. ഫോർത്ത് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് 40,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും 28,000 രൂപ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. 12,000 രൂപ അവിടെ പിടിച്ചു വെക്കപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് അഗ്നിവീറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗവൺമെൻറ് തരുന്നത് എല്ലാം കൂടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നതെല്ലാം കൂടിയിട്ട് ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിലൊരു എമൗണ്ട് നിങ്ങൾക്ക് ആഫ്റ്റർ എക്സിറ്റിംഗ്, അതായത് ലീവ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. തൽക്കാലം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനൊക്കെ ആയിട്ട് ഈ എമൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കയറണം എന്നുണ്ടെങ്കിൽ അടുത്ത പോസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അത് കൂടാതെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് പെർമനൻ്റ് ആവാൻ സാധിക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് പലരെയും അവിടുന്ന് പെർമനൻ്റ് ആക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് സയൻസ് സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത് കാണാൻ സാധിക്കും. 60 മിനിറ്റിൻ്റെ എക്സാമാണ്. ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. 10+2 CBSE സിലബസിലായിരിക്കും ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്, അതായത് നിങ്ങൾ പ്ലസ് ടുവിൽ സയൻസ് എടുക്കാതെ സയൻസ് എടുക്കാതെയുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 45 മിനിറ്റിൻ്റെ ഒരു എക്സാമാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് ആസ് പെർ 10+2 CBSE സിലബസിലാണ് ഇംഗ്ലീഷ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ, അതായത് റാഗ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്, റീസണിങ് ജനറൽ അവയർനെസ്സും കൂടി അതിൻ്റെ കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് മാത്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നില്ലെന്നാണ്. പിന്നെ രണ്ടും കൂടി എടുക്കുക, നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 85 മിനിറ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിക്കും. അതിൽ ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് അതുപോലെ റീസണിങ് ജനറൽ അവയർനെസ് റാഗ ഉൾപ്പെടെ അതിലുണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒന്നും ആൻസർ ചെയ്തിട്ടുള്ള 1 മാർക്കും കിട്ടത്തുമില്ല. പിന്നെ തെറ്റിച്ച് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 0.25 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. അതായത് 4 തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് വെച്ച് പോകുന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഫേസ് 1 ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഫേസ് 1ൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓൺലൈൻ ടെസ്റ്റാണ് ഫേസ് 1ൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫേസ് 2 ആണ് പിന്നീട് വരുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സൂൺ ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഫേസ് 1ൻ്റെ ഓൺലൈൻ ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫേസ് 2ലേക്കുള്ള അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത്
ആൺകുട്ടികൾക്ക് 1600 മീറ്റർ ഓടി തീർത്താനായിട്ട് വിത്തിൻ 7 മിനിറ്റ്സ് 7 മിനിറ്റാണ് പറയുന്നത്. ഫീമെയിൽസിന് വിത്തിൻ 8 മിനിറ്റ്സ് 8 മിനിറ്റാണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 10 പുഷപ്പ്, ഇത് ആൺകുട്ടികളുടേതാണ്. 10 പുഷപ്പ് 1 മിനിറ്റിൽ എടുത്തിരിക്കണം. പിന്നെ 10 സിറ്റപ്സ് 1 മിനിറ്റിൽ എടുക്കണം. 20 സ്ക്വാട്സ് 1 മിനിറ്റിൽ എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് ഓരോന്നും കഴിഞ്ഞിട്ട് അല്പം സമയം തന്നിട്ടാണ് അടുത്ത ചെയ്യിക്കത്തുള്ളൂ. എടുത്ത് സ്പീഡ് ചെയ്യിക്കത്തില്ല. അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടെസ്റ്റ് വിൽ ബി കണ്ടക്ട് 10 മിനിറ്റ് ആഫ്റ്റർ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് ടൈം ഉണ്ടാവുന്നതാണ് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും. ഇനി പെൺകുട്ടികൾക്ക് 10 സിറ്റപ്സ് ഉണ്ട്, 30 സെക്കൻഡ്സിൽ എടുക്കണം. അതുപോലെ തന്നെ 1 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്സ് ആണ് കേട്ടോ. 1 മിനിറ്റ് 1.5 മിനിറ്റിൽ എടുക്കണം. പിന്നെ 5 സ്ക്വാട്സ് ഉണ്ട്, 1 മിനിറ്റിൽ അത് എടുക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഫേസ് 3 മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വരും. അവിടെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്, ബ്ലഡ് ഷുഗർ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും ഇതിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇതിൽ എൻ്റർ ആവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം കേട്ടോ. അപേക്ഷിക്കുന്ന മുമ്പായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഫീസ് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. എക്സാം ഫീസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സാമിനേഷൻ ഫീസ് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ഏകദേശം 550 രൂപയാണ് കേട്ടോ. 550 രൂപ അടക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് 18% GST കൂടിയാണ് വരുന്നത്. വൺസ് ആപ്ലിക്കൻ സബ്മിറ്റഡ് കാൻഡിഡേറ്റ് ഓട്ടോമാറ്റിക്കലി വിൽ ബി റീഡയറക്ട് ടു പേയ്മെൻറ്റ് ഗേറ്റ് വേ. നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്യും നിങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക്. അവിടെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഫീസ് ഉണ്ട്, എല്ലാവരും ഫീസ് അടക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഫീസ് റീഫണ്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷ എഴുതി നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫീസ് എന്ന് പറയാൻ നോൺ റീഫണ്ടബിൾ എക്സാമിനേഷൻ ഫീസ് ആണെന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ 2-3 തവണയ്ക്ക് ആദ്യം ഫീ പേയ്മെൻറ്റ് ചെയ്തു, അത് സക്സസ് ആയിട്ടില്ല, പിന്നെയും ചെയ്തു, ലാസ്റ്റ് ഡേറ്റ് ആയി എന്നൊക്കെ കരുതി പെട്ടെന്ന് ചെയ്ത 4-5 ഫീസൊക്കെ ചിലപ്പോൾ അടച്ചു കഴിഞ്ഞാൽ വലിയൊരു തുകയായി. 550 രൂപയും പ്ലസ് GST ഒക്കെ കൂടെ അടച്ചാൽ. അപ്പോൾ അതിൽ എക്സാം ഫീസ് മാത്രം എടുത്ത് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തിരിച്ച് ബാങ്ക് കയറും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കയറില്ല. പ്രൊസീജിയറൊക്കെ ഉണ്ടാവും. 7 വർക്കിംഗ് ഡേയ്സോ കാര്യങ്ങളോ ബാങ്കിങ് ഡേയ്സ് ഒക്കെ വെച്ചിട്ടേ കയറത്തുള്ളൂ. അപ്പോൾ ടൈം എടുക്കും, പക്ഷേ തിരിച്ച് കയറുന്നുള്ള കഴിഞ്ഞ തവണ അപേക്ഷിച്ചവർക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. കഴിഞ്ഞ തവണ നമ്മളിതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF ക്രിയേറ്റ് ചെയ്ത സമയത്ത് 100% അത് യൂസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം വാട്സപ്പ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, മുമ്പ് വാങ്ങി പഠിച്ചവരുടെ വിവരങ്ങൾ. സോ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായും ഇതിനും PDF ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട.